പുരാതന കാലം തൊട്ടേ ലോട്ടറിക്കും ചൂതാട്ടത്തിനും ഒരു നീണ്ട പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. രാമായണത്തിലും മഹാഭാരതത്തിലുമെല്ലാം ചൂതാട്ടത്തിന്റെ കഥ പറയുന്നുണ്ട്. കേരള ലോട്ടറിയെക്കുറിച്ച് ആദ്യമായി ഞാൻ കേൾക്കുന്നത് രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോഴാണ്. അന്ന് അതിന്റെ പ്രാധാന്യമൊന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് 1960കളിൽ കേരള സർക്കാർ എടുത്ത തീരുമാനമാണ് ലോട്ടറിയുടെ ഇന്ന് കാണുന്ന സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. 1967 രാജ്യവ്യാപകമായി സ്വകാര്യ ലോട്ടറികൾ നിരോധിച്ചതിന് ശേഷം വ്യത്യസ്തമായ ഒരു സമീപനത്തിന് സാധ്യതയുണ്ടെന്ന് കേരളം മനസ്സിലാക്കി. വളരെ സിമ്പിൾ ആയ ഒരു ആശയം. സ്വകാര്യ ലോട്ടറികളാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനത്തിന് ലോട്ടറി നിയന്ത്രണം ഏറ്റെടുത്തുകൂടാ? ഈ രീതിയിൽ ലോട്ടറി ട്രാൻസ്പെറന്റ് ആയി കൈകാര്യം ചെയ്യാനും അതിലൂടെ ലഭിക്കുന്ന വരുമാനം പൊതുനന്മയ്ക്കായി ഉപയോഗിക്കാനും കഴിയും. സമൂഹ വികസനം ലക്ഷ്യം വെച്ചുള്ള ഈ തീരുമാനം നിരവധി ജനങ്ങളെ ആകർഷിച്ചു. ഓരോ രൂപയും വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഈ തീരുമാനം ഇന്ത്യയിലെ ഗാംബ്ലിംഗ് മേഖല മാറ്റിമറിക്കുക മാത്രമല്ല, ഇന്നും തഴച്ചു വളരുന്ന ഒരു വരുമാന മാർഗം കൂടി ആവുകയും ചെയ്തു. സർക്കാർ കൊണ്ടുവരുന്ന ലോട്ടറി നടപ്പിലാക്കാനുള്ള ചുമതല അന്നത്തെ ധനകാര്യമന്ത്രി PK കുഞ്ഞിനായിരുന്നു. കായംകുളം MSM ട്രസ്റ്റിന്റെ ചെയർമാനായിരിക്കെ ലോട്ടറി നടത്തിയ പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആളുകൾക്ക് തൊഴിൽ നൽകുകയും സർക്കാർ ധനസഹായം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യങ്ങൾ. അതിനെ ചുക്കാൻ പിടിച്ച ഇന്ന് നമ്മൾ കേരള സംസ്ഥാന ലോട്ടറികൾ എന്നറിയപ്പെടുന്നത് സ്ഥാപിക്കുന്നതിൽ കുഞ്ഞ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1967 സെപ്റ്റംബർ 1 ഈ സംവിധാനം ഔദ്യോഗികമായി ആരംഭിച്ചു. ശ്രീ PK സെയ്തു മുഹമ്മദ് സ്ഥാപകനും ആദ്യ ഡയറക്ടറുമായി ഈ വകുപ്പ് രൂപീകരിച്ചു. വെറും ₹1 മാത്രം വിലയുള്ള ആദ്യത്തെ ലോട്ടറി ടിക്കറ്റ് അവർ പുറത്തിറക്കി. താമസിയാതെ ഒന്നാം സമ്മാനം 50,000 രൂപയായി നിശ്ചയിച്ചു. ഉദ്ഘാടന നറുക്കെടുപ്പ് 1968 ജനുവരി 26 നടന്നു. സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സമൂഹത്തിന് തൊഴിലവസരങ്ങളും നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തതായിരുന്നു ഈ പദ്ധതി. തുടക്കത്തിൽ ടിക്കറ്റ് വിൽപ്പന വളരെ കുറവായിരുന്നു. ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുള്ള ആകെ വരുമാനം ഏകദേശം 20 ലക്ഷം രൂപ മാത്രമായിരുന്നു. തുടക്കത്തിലെ സ്കോർ കുറവായിരുന്നെങ്കിലും വിക്കറ്റുകൾ അധികം പോകാതെ ഒരു വലിയ സ്കോറിലേക്കുള്ള ഒരു പ്രയാണമായിരുന്നു അത്. കാലക്രമേണ കേരള ലോട്ടറി സമ്പ്രദായം വളർന്നു. ലോട്ടറി ഏജന്റുമാരുടെയും ചില്ലറ വിൽപ്പനക്കാരുടെയും വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായി. ഇന്ന് സംസ്ഥാനത്തുടനീളം 55,000-ലധികം അംഗീകൃത ഏജന്റുമാരും 1,00,000-ലധികം ചില്ലറ വിൽപ്പനക്കാരുമുണ്ട്. ഈ വലിയ നെറ്റ്വർക്ക് കൊണ്ട് മനസ്സിലാകുന്നത് കേരളത്തിലെ ഏതൊരു സ്ഥലത്തും ലോട്ടറി ടിക്കറ്റുകൾ ലഭ്യമാണെന്നാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വലിയ പ്രതീക്ഷയോടെ എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്നു. ലോട്ടറി എടുക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ഒരു പ്രാർത്ഥനയെ ഉണ്ടാകുന്നുള്ളൂ: ഇന്നെങ്കിലും എനിക്ക് അടിക്കണേ എന്ന്. ലോട്ടറി കൂടുതൽ പ്രചാരത്തിലായതോടെ വിവിധ തരത്തിലുള്ള ലോട്ടറികൾ വന്നു. ഡെയിലി, വീക്ക്ലി, ബമ്പർ, അങ്ങനെ പോകുന്നു ലോട്ടറിയുടെ നിര. ഓണം, ക്രിസ്മസ്, വിഷു തുടങ്ങിയ ഫെസ്റ്റിവൽ സമയത്തുള്ള മെഗാ ബമ്പറാണ് ഏറ്റവും ആകാംക്ഷാഭരിതം. മെഗാ ബമ്പറുകൾ വലിയ തുക വരെ, ചിലപ്പോൾ 25 കോടി രൂപ വരെ ഒന്നാം സമ്മാനമായി നൽകുന്നു. ഇനി ഇതിന്റെ ചില കണക്കുകൾ നോക്കാം. ലോട്ടറി വിൽപ്പനയിൽ ഗണ്യമായ വളർച്ചയാണ് വർഷങ്ങളായി കാണുന്നത്. ഉദാഹരണത്തിന് 2022-23 സാമ്പത്തിക വർഷത്തിൽ ലോട്ടറി വിൽപ്പനയിൽ ഏകദേശം 11,893 കോടി രൂപ ലഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ നോൺ ടാക്സ് വരുമാനത്തിന്റെ ഏകദേശം 78%. കേരളത്തിന്റെ ഫിനാൻസ് സിസ്റ്റത്തിന് ഇത് എത്രത്തോളം പ്രധാനമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. വിവരാവകാശ രേഖകൾ പ്രകാരം 2021 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ 31 വരെ സംസ്ഥാനത്ത് 41,138.45 കോടി രൂപയുടെ ലോട്ടറി വിൽപ്പന നടന്നു. ഈ വിൽപ്പനകളിൽ നിന്നുള്ള നികുതി വരുമാനം 11,518.68 കോടി രൂപയായിരുന്നു. അതേസമയം ലാഭം 2,781.54 കോടിയാണ്. കേരള സംസ്ഥാന ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നിരവധി ബെനിഫിറ്റുകളുണ്ട്. ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുള്ള GST കേരളത്തിലെ നിരവധി ക്ഷേമ പദ്ധതികളെ പിന്തുണയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ചികിത്സാ ബില്ലുകൾ താങ്ങാൻ കഴിയാത്ത സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാരുണ്യ പദ്ധതിയാണ് ഇവയിലൊന്ന്. തുടക്കം മുതൽ ഇത് 27,000-ലധികം ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ക്യാൻസർ, ഹീമോഫീലിയ, വൃക്ക, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ ദരിദ്രർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും പാലിയേറ്റീവ് കെയറിനുമായി ഈ പദ്ധതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരള ലോട്ടറി വഴി എല്ലാ മാസവും 100 കണക്കിന് കുടുംബങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ വിജയങ്ങൾ മാത്രമല്ല, ധാരാളം വിമർശനവും ലോട്ടറി നേരിടുന്നുണ്ട്. ലോട്ടറിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു വാക്കാണ് പാവപ്പെട്ടവന്റെ നികുതി അഥവാ പുവർ മാൻസ് ടാക്സ്. ഒരു നോർമൽ ഗെയിം പോലെ തോന്നുമെങ്കിലും ഇത് മറഞ്ഞിരിക്കുന്ന ഒരു ടാക്സ് ആണെന്നാണ് വിമർശകർ പറയുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് താഴ്ന്ന വരുമാനമുള്ള വ്യക്തികളെയാണ്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ലോട്ടറി എടുക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ, അതൊരു ഓപ്ഷൻ മാത്രമല്ലേ എന്നായിരിക്കും. അപ്പോൾ എങ്ങനെ അതിനെ ടാക്സ് എന്ന് വിളിക്കും? നികുതി എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സർക്കാരിലേക്ക് നിർബന്ധമായി അടക്കേണ്ട ഒന്നാണ്. ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ ആരും ബാധ്യസ്ഥരല്ല. എന്നിരുന്നാലും പലരും, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനക്കാർ, അവരുടെ പണത്തിന്റെ വലിയൊരു ഭാഗം ലോട്ടറി ടിക്കറ്റുകൾക്കായി ചെലവഴിക്കുന്നു.
വളരെ ചെറിയ വരുമാനമുള്ള ഒരാൾക്ക് ഈ ചെറിയ ചെലവ് പോലും വലിയ ആഘാതം സൃഷ്ടിക്കും. അതിനാൽ താഴ്ന്ന വരുമാനക്കാരായ പല വ്യക്തികളും പതിവായി ടിക്കറ്റ് വാങ്ങുമ്പോൾ ഒരു തരത്തിൽ അവർ അവരുടെ പതിവ് ചെലവുകൾക്ക് പുറമെ ഒരു അധിക നികുതി അടയ്ക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. നിലവിലെ ടിക്കറ്റ് പ്രൈസിംഗ് സിസ്റ്റം ഒന്ന് നോക്കാം. ഒരു ടിക്കറ്റ് 40 മുതൽ 50 വരെ വില വരും. പക്ഷേ അതിന്റെ വലിയൊരു ഭാഗം GSTയിലേക്കും മറ്റു ഫീസ് ഇനങ്ങളിലേക്കും പോകുന്നു. ചില സാഹചര്യങ്ങളിൽ ഇത് ടിക്കറ്റ് വിലയുടെ ഏകദേശം 28% ഈ ഫീസുകൾ അല്ലെങ്കിൽ നികുതി സർക്കാരിന് ധനസഹായം നൽകുന്നുവെങ്കിലും ശമ്പളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ലോട്ടറി ടിക്കറ്റിനായി ചെലവഴിക്കുന്ന പണം ഭക്ഷണമോ ആരോഗ്യ സംരക്ഷണമോ പോലുള്ള പ്രധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഇവിടെയുള്ള ഒരു വൈരുദ്ധ്യം എന്തെന്നാൽ ദരിദ്രരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി ക്ഷേമ പദ്ധതികൾക്ക് ലോട്ടറി സമ്പ്രദായം ധനസഹായം നൽകുന്നു. പക്ഷേ ഈ ഫണ്ട് സമാഹരിക്കുന്ന രീതി പലപ്പോഴും ഒരു സാമ്പത്തിക ബാധ്യതയായി കാണപ്പെടുന്നു. അത് താങ്ങാൻ കഴിയാത്തവരെ അന്യായമായി ബാധിക്കുന്നു. താഴ്ന്ന വരുമാനക്കാരായ വ്യക്തികൾ സമ്പന്നരെ അപേക്ഷിച്ച് തങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ലോട്ടറി ടിക്കറ്റുകൾക്കായി ചെലവഴിക്കുന്നതിനാൽ ലോട്ടറി ദരിദ്രരുടെ മേലിലുള്ള നികുതി പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. സമ്പന്നരും വിദ്യാസമ്പന്നരുമായ വ്യക്തികൾ ലോട്ടറിയെ വെറും ഒരു മണ്ടൻ ചൂതാട്ടമായി കണ്ടേക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ആ 40 രൂപ ടിക്കറ്റ് അവരുടെ ജീവിതം മാറ്റാനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനുമുള്ള ഒരു ചെറിയ അവസരത്തെ കാണിക്കുന്നു. ഭാഗ്യദേവത കടാക്ഷിച്ചാൽ മാത്രം. ഞാൻ വല്ലപ്പോഴുമൊക്കെ ലോട്ടറി എടുക്കാറുണ്ട്. 40 രൂപ ടിക്കറ്റാണ് എടുക്കാറ്. ഒരിക്കൽ എനിക്ക് 1000 രൂപ അടിച്ചിട്ടുണ്ട്. 1967 കേരള ലോട്ടറി ആരംഭിച്ചപ്പോൾ ഭാവിയിൽ ഇത്രയും വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അതിന്റെ ഫൗണ്ടേഴ്സ് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അന്നവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിരുന്നു. പണം സ്വരൂപിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സമൂഹത്തെ സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒരു തരത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ വിജയം കണ്ടു. ടിക്കറ്റ് വിൽപ്പനക്കാരും ലോട്ടറി വകുപ്പ് ജീവനക്കാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ലോട്ടറി തൊഴിൽ നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി സംസ്ഥാന ബജറ്റിനായി കോടിക്കണക്കിന് രൂപ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ സമൂഹത്തിൽ ജീവൻ രക്ഷിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്ത പ്രധാന ക്ഷേമ പരിപാടികൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. എന്നാൽ ആഴത്തിൽ നിങ്ങൾ നോക്കിയാൽ ലോട്ടറിക്ക് ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വശമുണ്ട്. മറ്റു തരത്തിലുള്ള ചൂതാട്ടങ്ങളെ പോലെ ലോട്ടറികളും അഡിക്ഷനിലേക്ക് നയിച്ചേക്കാമെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. പലരും ഒരു ലൂപ്പിൽ കുടുങ്ങിപ്പോകുകയും വലിയ വിജയം നേടാമെന്ന പ്രതീക്ഷയിൽ കൂടുതൽ പണം ചിലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നുള്ള സമ്പത്തിന്റെ ആകർഷണം വളരെ പ്രലോഭിപ്പിക്കുന്നതായിരിക്കാം. പക്ഷെ വിജയിക്കാനുള്ള സാധ്യത കുറവായിരിക്കുമ്പോൾ അത് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണമാകും. എനിക്ക് നേരിട്ടറിയാവുന്ന ചിലരുണ്ട്. ദിവസവേതനം കൊണ്ട് ജീവിക്കുന്നവർ. എന്നും വൈകിട്ട് ഒരു കെട്ട് ലോട്ടറിയൊക്കെയാണ് അവർ എടുക്കുന്നത്. സ്ഥിരം ലോട്ടറി എടുക്കുന്നവരിൽ ഭൂരിഭാഗവും താഴ്ന്ന വരുമാനമുള്ളവരാണ്. അന്യായമായ മറ്റ് സാമ്പത്തിക നടപടികളെ പോലെ തന്നെ ഏറ്റവും ദുർബലമായ വ്യക്തികളെ ചൂഷണം ചെയ്യുന്നതായി ലോട്ടറിയെ കാണാൻ കഴിയും. ലോട്ടറി സാധാരണ രീതിയിൽ ഒരു നികുതിയല്ലെന്ന് ആളുകൾ വാദിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തുടർച്ചയായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാൾക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും ഒരു വലിയ സമ്മാനം നേടാനുള്ള അവസരം വളരെ പ്രലോഭിപ്പിക്കുന്നതായിരിക്കും. ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന പണം അത് സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ എന്നതാണ് പൊതുവായ ചർച്ചാ വിഷയം. കടലാസിൽ കണക്കുകൾ മികച്ചതായി തോന്നുന്നു. ഉദാഹരണത്തിന് സമീപ വർഷങ്ങളിൽ കേരളത്തിലെ ലോട്ടറി വിൽപ്പന ആയിരക്കണക്കിന് കോടി രൂപ നേടി. ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ ഈ പണം സംസ്ഥാന ക്ഷേമ പദ്ധതികളെ പിന്തുണയ്ക്കാൻ കഴിയും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പ്രധാനപ്പെട്ട സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഒരു ഉദാഹരണമാണ്. ലോട്ടറി ലാഭത്തിൽ നിന്നാണ് ഈ ഫണ്ട് ലഭിക്കുന്നത്. വർഷങ്ങളായി ആയിരക്കണക്കിന് കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ലോട്ടറിയിൽ നിന്നുള്ള പണം ഒടുവിൽ ആവശ്യമുള്ളവരെ സഹായിക്കുമെന്ന് കാണിക്കുന്ന ഒരു ലൈഫ് ലൈനായി ഇത് പ്രവർത്തിക്കുന്നു. പലതരത്തിൽ ലോട്ടറി കളിക്കുന്നത് വ്യക്തികൾക്ക് മാത്രമല്ല, മുഴുവൻ സമൂഹത്തിന്റെയും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു അപകടമാണ്. വിദ്യാഭ്യാസം, സമ്പാദ്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന പണം വിജയിക്കാൻ വളരെ സാധ്യതയില്ലാത്ത ഒരു ഗെയിമിൽ പാഴാക്കുന്നു. ഈ ആശങ്കകൾക്കിടയിലും കേരളത്തിൽ ലോട്ടറി വർഷങ്ങളായി ജനപ്രിയമായി തുടരുന്നു. ഇതിനുള്ള ഒരു കാരണം മനുഷ്യപ്രകൃതമായിരിക്കാം. ലോട്ടറി ആളുകൾക്ക് പണം നേടാനുള്ള അവസരം മാത്രമല്ല നൽകുന്നത്, അത് പ്രതീക്ഷയും നൽകുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പ്രതീക്ഷ വളരെ പ്രധാനമാണ്. കേരളത്തിലെ പല കുടുംബങ്ങൾക്കും ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള ഒരു മാർഗമാണ്. ഈ പ്രതീക്ഷയുടെ വികാരം അളക്കാൻ പ്രയാസമാണ്. അക്കങ്ങൾ കൊണ്ട് അതിനെ തള്ളിക്കളയാനാവില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരള ലോട്ടറി സമ്പ്രദായം എങ്ങനെ മാതൃകയായി എന്ന് കാണുന്നത് കൗതുകകരമാണ്. 1967 സ്വകാര്യ ലോട്ടറികൾ നിരോധിച്ചതിനു ശേഷം സർക്കാർ നടത്തുന്ന ലോട്ടറി ആദ്യമായി ആരംഭിച്ചത് കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളും ഇത് വേഗത്തിൽ പിന്തുടർന്ന് സ്വന്തമായി ലോട്ടറി സംവിധാനങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഏകദേശം 13 സംസ്ഥാനങ്ങൾ മാത്രമേ ലോട്ടറികൾ അനുവദിക്കുന്നുള്ളൂ. കേരള മോഡൽ അതിന്റെ സത്യസന്ധത, വിശ്വാസ്യത, സംസ്ഥാനത്തിന് അത് നൽകുന്ന നേട്ടങ്ങൾ എന്നിവ കൊണ്ട് എപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു. പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരള ലോട്ടറി സമ്പ്രദായത്തിന്റെ വികസനം ശരിക്കും ശ്രദ്ധേയമാണ്.
1967 1 രൂപ ടിക്കറ്റിൽ ആരംഭിച്ച ഇത് ഗണ്യമായ വരുമാനം സൃഷ്ടിക്കുകയും ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമായി മാറിയിരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിനടുത്തുള്ള ഗോർക്കി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. തങ്ങൾക്ക് ലോട്ടറി അടിച്ചോ എന്ന ആകാംക്ഷയോടെ ജനങ്ങൾ ഒന്നുകിൽ ടിവിയുടെ മുൻപിൽ അല്ലെങ്കിൽ ലോട്ടറി ഏജന്റിന്റെ അടുത്ത് പോകുന്നു. മുഴുവൻ നറുക്കെടുപ്പ് പ്രക്രിയയും കർശനമായ സുരക്ഷാ നടപടികളോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. QR കോഡുകൾ, പ്രത്യേക ബാർകോഡുകൾ, നൂതന ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ നറുക്കെടുപ്പുകൾ സേഫ് ആണെന്ന് ഉറപ്പാക്കുന്നു. ഇത് പൊതുജനങ്ങളുടെ ലോട്ടറിയിലുള്ള വിശ്വാസം നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. ആത്യന്തികമായി കേരള ലോട്ടറിയെ പാവപ്പെട്ടവന്റെ നികുതിയായി കാണുന്നുണ്ടോ എന്നത് നിങ്ങൾ ആരോട് ചോദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സർക്കാരിന്റെ വീക്ഷണകോണിൽ നിന്ന് ക്ഷേമ പദ്ധതികളെ പിന്തുണയ്ക്കുകയും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുകയും ചെയ്യുന്ന പണം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണിത്. മറുവശത്ത് പലർക്കും, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് അത് നഷ്ടപ്പെടുത്താൻ കഴിയാത്തവരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു കെണിയായി തോന്നുന്നു. ഈ പ്രശ്നത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. ചർച്ച സങ്കീർണമാണ്. സാമ്പത്തിക വസ്തുതകളെയും ശക്തമായ മനുഷ്യവികാരങ്ങളെയും സ്പർശിക്കുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.